മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്ത യാത്രക്കാരെ സ്വകാര്യ അന്തർ സംസ്ഥാന ബസ്സുകളിൽ കയറ്റരുത് എന്നാണ് ചട്ടം. എന്നാൽ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അല്ല എന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണം തെളിയിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് യാത്രക്കാരെ കയറ്റുന്നത്. ഞങ്ങളും KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ കാത്തുനിന്നു. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ ഞങ്ങളും കയറി. വിവിധയിടങ്ങളിൽ ബസ് നിർത്തി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരെ കയറ്റി. കരുനാഗപ്പള്ളി മുതൽ കല്ലമ്പലം വരെയുള്ള യാത്രയ്ക്കിടെ റോഡിലോ ബസ്സിലോ യാതൊരു പരിശോധനയും ഉണ്ടായിരുന്നില്ല. മുൻകൂട്ടി ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ഞാനടക്കമുള്ള യാത്രക്കാരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ബസ് ജീവനക്കാർ കയറ്റിക്കൊണ്ടു പോയത്. കരുനാഗപ്പള്ളി മുതൽ കല്ലമ്പലം വരെയുള്ള യാത്രാക്കൂലി 150 രൂപ. എല്ലാ ദിവസവും ഇതേ സമയം അന്തർ സംസ്ഥാന ബസ്സുകളിൽ ഇതുപോലെ യാത്ര ചെയ്യാനാകുമെന്ന് ജീവനക്കാരൻ. അന്തർ സംസ്ഥാന ബസ്സുകൾ ഇങ്ങനെ നടത്തുന്നത് പെർമിറ്റ് നിയമങ്ങളുടെ ലംഘനമാണ്. ഈ നിയമലംഘനം പിടിക്കപ്പെട്ടാൽ പിഴ മുതൽ പെർമിറ്റ് റദ്ദാക്കുന്നവരെയുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പിന് സ്വീകരിക്കാം. ഇനി യാത്രക്കാർക്കുണ്ടാകുന്ന പ്രശ്നം. മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകും. ഇടസ്ഥലങ്ങളിൽ നിന്ന് കയറുന്ന യാത്രക്കാർക്ക് അതുണ്ടാകില്ല. അതായത് ബസ് അപകടത്തിൽപ്പെട്ടാൽ ഇത്തരം യാത്രക്കാർക്ക് യാതൊരു നിയമപരിരക്ഷയുമില്ല എന്ന് ചുരുക്കം. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.